എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എയിംസ് നോർസെറ്റ് 10 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടി യൂസ്ഫുൾ ആകുന്ന കുറച്ച് MCQs ആണ്. ഏതൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു നഴ്സിന്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഏത് ഒരു കരിയറാണ് അല്ലെങ്കിൽ അതിപ്പോൾ ഒരു ക്ലിനിക്കൽ സൈഡ് ആകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീച്ചിങ് സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡ് ആയിരിക്കാം, ഏത് തന്നെ ആയാലും നിങ്ങൾ അതിൻ്റെ ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ, ആ ഒരു ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ നേരിടേണ്ടി വരുന്ന എക്സാംസ് അല്ലെങ്കിൽ വിജയിക്കേണ്ടി വരുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. ആ എക്സാംസിനെല്ലാം നിങ്ങൾക്ക് ചോദിക്കുന്നത് നമ്മുടെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് അതിനകത്ത് എടുത്തു പറയാൻ പറ്റും. കൃത്യമായിട്ടും എല്ലാ എക്സാംസിനും ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കുന്ന ഒരു ഏരിയ. അങ്ങനെയുള്ള കുറച്ച് സെലക്റ്റീവ് ടോപ്പിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ഓരോ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പലതവണ ചോദിച്ചിട്ടുള്ള കുറേ MCQs. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏതെങ്കിലും മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് കാണുക. ഡെഫിനറ്റ്ലി ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇന്നും നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഓഫ് നഴ്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് MCQ റിലേറ്റഡ് ടു HIV ഓർ എയ്ഡ്സ്, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പോൾ ഇതാണ് രണ്ട് കണ്ടീഷൻസ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത്? ഒരു രോഗാണുവാണ്. ആ രോഗാണു കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നറിയപ്പെടുന്ന എയ്ഡ്സ്. സോ ഇത് രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തു പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം കൂടെയാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് കൂടെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കിയാലോ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് HIV എഫക്ട്സ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV എഫക്ട്സ് ഏത് സെല്ലിനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ പറയുന്നത് B സെൽസ്, B ഹെൽപ്പർ T സെൽസ്, C ന്യൂട്രോഫിൽ, ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ്. ഇതിൽ ഏത് സെല്ലിനെയാണ് HIV എഫക്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ മൈക്രോബയോളജി പഠിക്കുമ്പോൾ ഒരുപാട് മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബാക്ടീരിയാസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, വൈറസസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഫംഗസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഓരോ മൈക്രോ ഓർഗാനിസവും നമ്മുടെ ശരീരങ്ങളിൽ ഓരോ പർട്ടിക്കുലർ സെല്ലുകളെ അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ പാർട്ടുകളെയാണ് എഫക്ട് ചെയ്യുക. സോ അതുപോലെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എഫക്ട് ചെയ്യുന്നത് ഏത് സെല്ലിനെയാണ്? ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇതിൽ ഏതായിരിക്കും? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഹെൽപ്പർ T സെൽസ് ആണ്. അപ്പോൾ ആ ഒരു ഹെൽപ്പർ T സെൽസ് നമ്മളിവിടെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് അല്ല ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിൻ്റെ പാത്തോജെനിസിസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് 1-2 പോയിന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് വായിച്ചു വിടാം. ഫസ്റ്റ്, പാത്തോജെനിസിസ്. എന്താണ് പാത്തോജെനിസിസ് എന്ന് പറഞ്ഞാൽ? ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നത്, ഏത് പാർട്ടിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇതിനെയാണ് പാത്തോജെനിസിസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ എൻട്രി ഇൻ ടു ബ്ലഡ് സ്ട്രീം HIV comes into contact with suitable host cells. Principally, the CD4 lymphocytes-നെയാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. സോ വൺസ് HIV നമ്മുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ CD4 ലിംഫോസൈറ്റ്സിനെയാണ് പ്രധാനമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. വൺസ് ഇൻ ദ സെൽ RNA is transcribed by reverse transcriptors into DNA. RNA ട്രാൻസ്ക്രൈബ് ചെയ്ത് DNA ആയി കഴിയുമ്പോൾ the pro-virus is integrated into genome of infected cell causing latent infection. Okay, the long ആൻഡ് വേരിയബിൾ ഇൻക്യുബേഷൻ പീരീഡ് HIV പ്രത്യേകത ഇതാണ്. നമുക്കൊരു ഇൻഫെക്ഷൻ, സാധാരണ ഒരു പനിയോ ചുമയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അവിടെ ആ ഒരു ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളരെയധികം ഡിലേ ഒന്നുമില്ലാതെ തന്നെ സിംറ്റംസ് അവിടെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. എന്നാൽ HIV എങ്ങനെയാണ്? അവിടെ കുറച്ച് കാലപ്പഴക്കം എടുക്കും, കുറച്ച് സമയം അവിടെ റിക്വയർഡ് ആയിട്ട് വരും. ഓക്കെ, ഇൻ ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ HIV ക്യാൻ ബി ഐസൊലേറ്റഡ് ഫ്രം ഏതൊക്കെ ശരീരഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഒരു മൈക്രോ ഓർഗാനിസം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? blood, lymphocytes, cell-free plasma, cervical secretions, semen, saliva, urine, tears,
ആൻഡ് ബ്രസ്റ്റ് മിൽക്ക്. ഇനി മറ്റൊരു കാര്യം ഇവിടെ നോക്കൂ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദ ഇൻഫെക്ഷൻ, ദാറ്റ് മീൻസ് HIV വൈറസ്, HIV ഇൻഫെക്ഷൻ കോസസ് ഡാമേജ് ടു T4 ലിംഫോസൈറ്റ്സ്. ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയില്ലേ, നമ്മുടെ ഈ ഒരു HIV വൈറസ് എന്ന് പറയുന്നത് ഏത് സെല്ലിനെയാണ് എഫക്ട് ചെയ്യുന്നത്? T4 ലിംഫോസൈറ്റ്സ്. അത് തന്നെയാണ് ഹെൽപ്പർ T സെൽസ് എന്ന് പറയുന്നത്. T4 സെൽസ് ആർ ഡിപ്ലീറ്റഡ് ഇൻ നമ്പേഴ്സ് ആൻഡ് T4 T8 റേഷ്യോ ഈസ് റിവേഴ്സ്ഡ്. ഹെൽപ്പർ T സെൽസ് ആണ് T4 എന്ന് പറയുന്നത്, സപ്രസർ T സെൽസ് ആണ് T8 എന്ന് പറയുന്നത്. ഇതിന്റെ റേഷ്യോയിൽ വ്യത്യാസം അവിടെ വരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു പാത്തോജനിസിസ് എന്ന് പറയാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ സ്ക്രീനിങ് ഫോർ HIV ബ്ലഡ് ഈസ് ടെസ്റ്റഡ് ഫോർ. ഇതിൽ ഏത് ഘടകമാണ് നമ്മൾ HIV സ്ക്രീനിങ് നടത്തുമ്പോൾ അവിടെ നോക്കുന്നത്? P24 ആൻറ്റിജൻ ആണോ, HIV DNA പ്ലാസ്മയാണോ, HIV ആൻറ്റിബോഡീസ് ആണോ, പ്രസൻസ് ഓഫ് HIV RNA ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് HIV ആൻറ്റിബോഡീസ് ആണ്. ഓപ്ഷൻ സി HIV ആൻറ്റിബോഡി. സ്ക്രീനിങ് ഒരുപാട് ടെസ്റ്റുകളിൽ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ടെസ്റ്റാണ് ELISA ടെസ്റ്റ്, ELISA ടെസ്റ്റ്. ഡയറക്റ്റ് സോളിഡ് ഫേസ് ELISA is the method most commonly used. Antigen is prepared from HIV grown in continuous T lymphocyte cell line or by recombinant technique. Viral antigen is located on the surface of microtiter wells. The test serum is added. If antibody present, that is very important. If antibody presents in the antigen antibody നമ്മളിവിടെ reaction നടക്കും. So through ELISA test we are detecting HIV antibodies. Next, third question. Which of the following diagnostic test is considered as gold standard for confirmation of HIV infection? ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ ഈ ഒരു HIV കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഒരു ഡൗട്ട്ഫുൾ ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ടെസ്റ്റ്, ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഏതാണ്? ELISA ടെസ്റ്റ് ആണോ, ട്രൈഡോട്ട് ടെസ്റ്റ് ആണോ, അതോ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണോ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണോ, PCR ടെസ്റ്റ് ആണോ? കറക്റ്റ് ഓപ്ഷൻ സി വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ ഇതൊന്ന് നോക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. Which among the following is the most appropriate intervention to prevent the progression of HIV to AIDS? HIV-യിൽ നിന്നും അത് എയ്ഡ്സിലോട്ട് അത് പ്രോഗ്രസ് ചെയ്യാതെ തടയാൻ എന്താണ് ഇൻ്റർവെൻഷൻ വേണ്ടത്? എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് നമുക്കവിടെ കൊടുക്കേണ്ടത്? ഒന്ന്, മന്ത്ലി പ്ലാസ്മാഫെറിസിസ് ആണോ, ആബ്സ്റ്റിനൻസ് ആണോ, കോംപ്ലിയൻസ് വിത്ത് കംപ്ലീറ്റ് തെറാപ്യൂട്ടിക് റെജിമൻ ആണോ, മന്ത്ലി ബ്ലഡ് ടെസ്റ്റ് ആണോ? കോംപ്ലിയൻസ് വിത്ത് കംപ്ലീറ്റ് തെറാപ്യൂട്ടിക് റെജിമൻ ആണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി കോംപ്ലിയൻസ് വിത്ത് കംപ്ലീറ്റ് തെറാപ്യൂട്ടിക് റെജിമൻ. ഇവിടെ നമ്മുടെ HIV ഇൻഫെക്ഷനെതിരെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന മരുന്നുകളെ, ആ ട്രീറ്റ്മെൻറ്റിന് ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി അല്ലെങ്കിൽ ART എന്നാണ് പറയുന്നത്. അതിനുള്ളിൽ വരുന്ന പലതരം മെഡിസിൻസ് ഉണ്ട്. ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, പ്രോട്ടിയാസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ഫ്യൂഷൻ ഇൻഹിബിറ്റർ ഉണ്ട്, ഇൻ്റഗ്രേസ് ഇൻഹിബിറ്റർ ഉണ്ട്, എൻട്രി ഇൻഹിബിറ്റർ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ആൻറ്റി റെട്രോവൈറൽ ഡ്രഗ്സ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന പ്രകാരം ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി കൃത്യമായിട്ട്, കോംപ്ലിയൻസ് എന്ന് വെച്ചാൽ ഒരു സ്കിപ്പിംഗ് ഒന്നും കൂടാതെ കറക്റ്റായിട്ട് എടുക്കുന്നത് തന്നെ നമുക്ക് HIV എയ്ഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാതെ തടയാൻ സഹായിക്കും. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. റിസ്ക് ഫോർ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് HIV ഈസ് മോർ ഡ്യൂറിങ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് ഏത് സമയത്താണ്? ആൻറ്റിനേറ്റൽ പീരീഡിലാണോ, ഇൻട്രാനേറ്റൽ പീരീഡിലാണോ, പോസ്റ്റ്നേറ്റൽ പീരീഡിലാണോ, ബ്രസ്റ്റ് ഫീഡിങ്ങിലാണോ? എക്സാക്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇൻട്രാനേറ്റൽ പീരീഡ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെ രീതിയിലാണ് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒന്ന് സെക്ഷൽ കോണ്ടാക്ട് വഴി, മറ്റൊന്ന് പാരൻ്റൽ ട്രാൻസ്മിഷൻ വഴി, മറ്റൊന്ന് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ വഴി. അതിൽ വരുന്നത് തന്നെയാണ് ഈ ഒരു ഇൻട്രാനേറ്റൽ എന്ന് പറയുന്നത്. ഇൻട്രാനേറ്റലിലാണ് ഈ ഒരു വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്? തെറ്റായിട്ടുള്ളത് ഏത് ആണ്? ഓപ്ഷൻ എ, untreated HIV infection can remain in the early chronic stage for a decade or more. അതായത് ട്രീറ്റ് ചെയ്യാതെയുള്ള HIV ഇൻഫെക്ഷൻ ക്രോണിക് സ്റ്റേജിൽ എപ്പോൾ തന്നെ വിത്തിൻ
10 years അല്ലെങ്കിൽ അതിന് കൂടുതൽ സമയമെടുത്ത് ക്രോണിക് സ്റ്റേജിൽ തന്നെ റിമൈൻ ചെയ്യും. സെക്കൻഡ് പോയിന്റ്, ഇൻഫെക്ഷൻ വിത്ത് HIV റിസൾട്ട് in a chronic disease with acute exacerbations. Option C, late stage detection is called AIDS. Option D, opportunistic disease occurs more often when the CD4 T cells count is high and viral load is low. Correct option എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസ് ഒക്കേഴ്സ് മോർ ഓഫൺ വെൻ ദ CD4 T സെൽസ് കൗണ്ട് ഈസ് ഹൈ. എപ്പോഴാണോ CD4 കൗണ്ട് കൂടുന്നത് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റിക് ഡിസീസസ് ഡെവലപ്പ് ചെയ്യുന്നത്. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ചില ടെസ്റ്റുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് നമുക്കറിയാൻ പറ്റും. അതായത് CD4ൻ്റെ അളവ് ഇരട്ടിയായി മാറും CD8നേക്കാൾ. ഓക്കെ, നോർമൽ ആകുമ്പോൾ ആ സമയത്താണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, the diagnosis of HIV AIDS is made based on what we will confirm HIV AIDS. CD4 plus T cells count ആണോ, സഡൻ വെയിറ്റ് ലോസ് ആണോ, ഡയറിയ ആണോ, പെർസിസ്റ്റൻറ്റ് ഫീവർ ആണോ? കറക്റ്റ് ഓപ്ഷൻ എ, CD4 പ്ലസ് T സെൽ കൗണ്ട് നോക്കിയിട്ടാണ് നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ്, 8th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് എയ്ഡ്സ്? സോ ഇവിടെ ഈ ഒരു MCQ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു വിടുക എന്നുള്ളതല്ല. ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഈ കറക്റ്റ് ആൻസർ കിട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ എയ്ഡ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ HIV കുറിച്ചുള്ള ഒരു മൈക്രോബയോളജി ടെക്സ്റ്റ് എടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. സോ ദെൻ യു ആർ ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ആ രീതി തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ എയ്ഡ്സിൻ്റെ ഇൻഡിക്കേറ്റർ എന്താണെന്നാണ്. CD4ൻ്റെ കൗണ്ട് ലോവർ ദാൻ 1000 ആണോ, ലോവർ ദാൻ 600 ആണോ, ലോവർ ദാൻ 400 ആണോ, ലെസ് ദാൻ 200 ആണോ? കറക്റ്റ് ഓപ്ഷൻ ഡി, CD4 കൗണ്ട് ലെസ് ദാൻ 200 സെൽസ് പെർ mm³ ആണ്. സോ CD4ൻ്റെ കൗണ്ട് 200 കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എയ്ഡ്സ് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ, ദ ക്ലിനിക്കൽ സിംറ്റംസ് ഓഫ് വേസ്റ്റിംഗ് സിൻഡ്രോം ഇൻ എയ്ഡ്സ്. എയ്ഡ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസും പല അസോസിയേറ്റഡ് ഡിസീസസും ഒക്കെ വരാറുണ്ട്. അതിലുള്ളൊരു കണ്ടീഷൻ തന്നെയാണ് ഈ വേസ്റ്റിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. സോ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇൻവോളണ്ടറി വെയിറ്റ് ലോസ്, ക്രോണിക് ഡയേറിയ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ഈസോഫേജിയൽ കാൻഡിഡിയാസിസ്. കറക്റ്റ് ഓപ്ഷൻ എ, ബി, സി, അതായത് ഇൻവോളണ്ടറി വെയിറ്റ് ലോസും ക്രോണിക് ഡയേറിയയും പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ 3ഉം ഈ വേസ്റ്റിംഗ് സിൻഡ്രോം ഉള്ളവർക്ക് വരാറുണ്ട്. സോ ഈ എയ്ഡ്സിൻ്റെ തന്നെ ക്ലിനിക്കൽ സ്റ്റേജ് 1, ക്ലിനിക്കൽ സ്റ്റേജ് 2, ക്ലിനിക്കൽ സ്റ്റേജ് 3, ക്ലിനിക്കൽ സ്റ്റേജ് 4 അങ്ങനെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിനിക്കൽ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ അവിടെ അത്രത്തോളമുള്ള സിംറ്റംസ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ലിംഫഡിനോപ്പതി മാത്രം, ജസ്റ്റ് ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ക്ലിനിക്കൽ സ്റ്റേജ് 2 ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സിവിയറായി ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസും റിപ്പീറ്റഡ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും ഹെർപ്പസ് സോസ്റ്റർ, ഓറൽ അൾസറേഷൻസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, ആംഗുലാർ കീലൈറ്റിസ്, പാപ്പുലാർ ടിപ്രോഐറ്റിസ് എറപ്ഷൻസ്, ഫംഗൽ നെയിൽ ഇൻഫെക്ഷൻസ്, ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ അവിടെ ഉണ്ടാകും. ക്ലിനിക്കൽ സ്റ്റേജ് 3 ആകുമ്പോൾ കാൻഡിഡിയാസിസ്, ഓറൽ കാൻഡിഡിയാസിസും ഹെയറി ലൂക്കോപ്ലേക്കിയും പൾമണറി ട്യൂബർക്ലോസിസും ന്യൂമോണിയയും ഇതുപോലുള്ള കണ്ടീഷൻസ് എല്ലാം അവിടെ ഉണ്ടാവുകയും ചെയ്യും. സോ ഇവിടെ HIV വേസ്റ്റിംഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ടാകും, ക്രോണിക് ഡയേറിയ ഉണ്ടാകും, അപ്പോൾ അതുപോലെ തന്നെ ന്യൂട്രീഷനും പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ഫീവറും ഉണ്ടാകും. ദീസ് ആർ ദ മെയിൻ 3 സിംറ്റംസ് ഇൻ HIV വേസ്റ്റിംഗ് സിൻഡ്രോം. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, ഓർഗാനിസം റെസ്പോൺസിബിൾ ഫോർ ന്യൂമോണിയ ഇൻ എയ്ഡ്സ് പേഷ്യൻറ്റ്. എയ്ഡ്സ് പേഷ്യൻറ്റ് ന്യൂമോണിയ ഉണ്ടാകുന്നതിൻ്റെ കാരണക്കാരനായിട്ടുള്ള രോഗമാണ് ഏതാണ്? സൈറ്റോമെഗലോ വൈറസ് ആണോ, ഫംഗസ് ആണോ, ന്യൂമോസിസ്റ്റിസ് കാർണിയ ആണോ, മൈക്കോപ്ലാസ്മയാണോ? കറക്റ്റ് ഓപ്ഷൻ സി, ന്യൂമോസിസ്റ്റിസ് കാർണിയ. ആ ഒരു ന്യൂമോ എന്നുള്ള വേർഡ് നിന്ന് നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലങ്സ് ഓർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ന്യൂമോസിസ്റ്റിസ് കാർണിയ, ഇതാണ് ഈ ഒരു ന്യൂമോണിയ എയ്ഡ്സ് പേഷ്യൻസിൽ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എയ്ഡ്സ്? എയ്ഡ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ,
invasive cervical cancer, option B, Kaposi's sarcoma, option B, Burkitt's lymphoma, or all of the above. Correct option D, all of the above. എല്ലാ കണ്ടീഷൻസും നമുക്കിവിടെ എയ്ഡ്സ് റിലേറ്റഡ് ആയിട്ട് കാണും. ഇൻവേസീവ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ സാർക്കോമ, കപ്പോസി സാർക്കോമ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ലിംഫോമയും ഉണ്ടാകുന്നുണ്ട്. സോ ഓൾ ഓഫ് ദ എബോവ് ആർ കറക്റ്റ് ആൻസേഴ്സ്. 12th question, find out the malignancies associated with the HIV or AIDS. മാലിഗ്നൻസി, അതായത് HIV എയ്ഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്യൂമർ, മാലിഗ്നൻസി സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമർ ഏതാണ്? കപ്പോസി സർക്കോമയാണോ, നോ ഹോഡ്കിൻസ് ലിംഫോമയാണോ, ഗ്യാസ്ട്രിക് അഡിനോകാർസോമയാണോ, അതോ ഇവയെല്ലാം തന്നെ മാലിഗ്നൻസിയാണോ? കറക്റ്റ് ഓപ്ഷൻ ഡി, all of the above, that is all. Kaposi sarcoma, non-Hodgkin's lymphoma, gastric adenocarcinoma, everything is a malignant type. Next, 13th question, which is the most common cancer associated with the AIDS? AIDS-മായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ക്യാൻസർ ലുക്കീമിയ ആണോ, അഡിനോകാർസിനോമയാണോ, ഓസ്റ്റിയോസാർക്കോമയാണോ, കപ്പോസിസ് സാർക്കോമയാണ്? കറക്റ്റ് ഓപ്ഷൻ ഡി, കപ്പോസി സാർക്കോമ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട HIV ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് കപ്പോസി സാർക്കോമ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നോൺ ഹോഡ്കിൻസ് ലിംഫോമ വരുന്നത്. 14th question, while providing oral care to a retro patients, retro positive അതായത് എയ്ഡ്സ് ഉള്ള ഒരു പേഷ്യൻസ് നമ്മൾ ഓറൽ കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്പെഷ്യൽ മൗത്ത് കെയർ സൊല്യൂഷൻ യൂസ് ചെയ്യണം, സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം പേഷ്യൻറ്റിനെ, പിന്നെ വിയർ ഗ്ലൗസ്. എക്സ്പെഷ്യലി അവിടെ ഗ്ലൗസ് വിയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കുമ്പോൾ പേഷ്യൻറ്റ് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം, ചിലപ്പോൾ ബൈറ്റ് ചെയ്യാം പേഷ്യൻറ്റ്. സോ അതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് ധരിക്കുക. നെക്സ്റ്റ് 15th question, while taking temperature of HIV patient, client nurse should HIV പോസിറ്റീവ് ക്ലയൻറ്റ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വിയർ ഓൾ PPE, വിയർ മാസ്ക് ആൻഡ് ഗ്ലൗസ്, യൂസ് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ, വാഷ് ഹാൻഡ്സ് ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ. HIV പോസിറ്റീവ് പേഷ്യൻസിന് നമ്മൾ ഇതിൽ ഏത് പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? ഓപ്ഷൻ ഡി, വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുന്നേയും ശേഷവും ഹാൻഡ് വാഷ് ചെയ്യുക. Which among the following food item need to avoid when an immunocompromised person who is experiencing frequent diarrhea? ഇമ്മ്യൂണോകോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഡയറിയയ്ക്ക് വിധമാകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഏത് ഫുഡ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? എഗ്ഗാണോ, റൈസ് വാട്ടർ ആണോ, ഫ്രൂട്ട്സ് ആണോ, സാലഡ് ആണോ? കറക്റ്റ് ഓപ്ഷൻ എ, മിൽക്ക് ഷുഡ് ബി അവോയ്ഡഡ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി, ഡ്രഗ് റിലേറ്റഡ് ടു ഒന്ന് HIV ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ, മറ്റൊന്ന് വൈറൽ RNA ഡിക്രീസ് ചെയ്യാൻ, മറ്റൊന്ന് ന്യൂമോണിയ കൺട്രോൾ ചെയ്യാൻ, വേറൊന്ന് പെയിനും ഡയറിയയും ഡിക്രീസ് ചെയ്യാൻ. ഇതിലേതിനാണ് ആൻറ്റി റെട്രോവൈറൽ ഡ്രഗ്സ് സഹായിക്കുന്നത്? കറക്റ്റ് ഓൺ ഡിക്രീസ് വൈറൽ DNA, വൈറൽ RNA ലെവൽ. വൈറൽ RNA ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി കൊടുക്കുന്നത്. നെക്സ്റ്റ് 18th question, ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസസ്. എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസ് എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി സഡൻ ഇൻ ഓൺസെറ്റ്, സഡൻ ക്യാൻ ഒക്കർ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ഒക്കർ ഡ്യൂറിങ് ഇമ്മ്യൂണോസപ്രഷൻ, ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് ഓറൽ ആൻറ്റിബയോട്ടിക്സ്. എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ഒക്കർ ഡ്യൂറിങ് ഇമ്മ്യൂണോസപ്രഷൻ. എപ്പോഴാണോ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കുന്നത് ആ സമയത്ത് ഇൻഫെക്ഷൻ പെട്ടെന്ന് കാണാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 19th question, റാപ്പിഡ്ലി പ്രോഗ്രസിങ് ഡിമെൻഷ്യ. പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഡിമെൻഷ്യ ഏത് ടൈപ്പിലാണ് കാണപ്പെടുന്നത്? അൽഷിമേഴ്സ് ഡിസീസിലാണോ, വാസ്കുലാർ ഡിമെൻഷ്യ ആണോ, HIV ഡിമെൻഷ്യ ആണോ, പാർക്കിൻസൺസ് ഡിസീസ് ആണോ? കറക്റ്റ് ഓപ്ഷൻ സി, HIV ഡിമെൻഷ്യ. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? HIV ഡിമെൻഷ്യയിലാണ് പേഷ്യന്റ് ഡിമെൻഷ്യ എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. 20th ക്വസ്റ്റ്യൻ, ആഫ്റ്റർ എക്സ്പോഷർ ടു ബ്ലഡ് പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് വിത്ത് HIV, അതായത് നോർമലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ബ്ലഡിൽ എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ ആൻറ്റി റെട്രോവൈറൽ ഡ്രഗ്സിനൊപ്പം പ്രൊഫിലാക്സിസ് എത്ര മണിക്കൂറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം? 2 മണിക്കൂറാണോ? ഐഡിയലി എത്ര മണിക്കൂറിനുള്ളിൽ? 2 മണിക്കൂറാണോ, 4 മണിക്കൂറാണോ, 6 മണിക്കൂറാണോ, 8 മണിക്കൂറാണോ? ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്തിൻ 2 hours. ഹിയർ
യു ക്യാൻ സീ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫ്ലാക്സിസ്. 72 മണിക്കൂർ എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ടേക്ക് ഐഡിയലി വിത്തിൻ 2 hours, 2 മണിക്കൂറിനുള്ളിൽ നമ്മളത് പ്രൊഫ്ലാക്സിസ് എടുത്തിരിക്കണം. സോ ദീസ് ആർ ഓൾ അബൌട്ട് HIV ഓർ എയ്ഡ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസ്, എക്സാമിന് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള പോർഷൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞ ഓരോ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നഴ്സറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഏതൊരു നഴ്സിംഗ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ട്യൂഷൻ കൊടുത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം. ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ്, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സും ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ആദ്യമേ കിട്ടുന്നതായിരിക്കും. അതുപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.